ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കാണാൻ പോകും. ഈ ഒരു സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ റീസ്റ്റോക്ക് ആണ് ഈ വന്നിരിക്കുന്നത്. കളേഴ്സ് സെയിം തന്നെയാണെന്ന് തോന്നുന്നു റീസ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ചൊക്കോ പിങ്ക് ടോണിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. ഫുൾ എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു രണ്ട് മാംഗോ ഡിസൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത പോലത്തെ ഒരു പാറ്റേണും, അത് ഫുൾ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പ് ഓൾ ഓവർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ്, സെക്കൻഡ് വന്നിട്ട് ഇതുപോലെ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. നല്ല ഗ്രീനിൻ്റെ ഒരു ടോണാണ്, റയർ ആയിട്ട് കാണുന്ന ടൈപ്പ് ഗ്രീൻ ടോൺ. ഇതൊരു ബ്ലൂവിൻ്റെ അകത്ത് ലൈറ്റ് ഒരു ആഷ് ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന, എന്നാൽ ബ്ലൂ ആണ് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു നല്ല കളർ ഷെയ്ഡ്, എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. പിന്നെ ഇതൊരു തെളിച്ചുള്ളൊരു ലെവൻഡഡ് ടോണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 കളർ ഷെയ്ഡ്സ് എൻ്റെ ഡീറ്റെയിലിംഗ് കാണാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണെന്നുണ്ടോ, ഫുൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പാനൽ ഫുള്ളും വർക്കാണ്. ക്രഷ് ഫാബ്രിക് ആണ്, പ്ലാറ്റിനം ക്രഷ് ആണ്. ഭയങ്കര സ്റ്റിഫ്നെസ് ഇല്ല, നല്ല ഫാബ്രിക് ആണ്. ഇതിൽ 2-3 ഡിസൈൻസ് ഭയങ്കര എൻക്വയറി ആയിരുന്നു. ഇതും ഇപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ്. ഇതിൻ്റെ മാറ്റത്തിൽ തന്നെ ഒരു വർക്ക് വന്നിരിക്കുന്ന ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളക്ഷൻ ഇനിയും വരാൻ കിടക്കും, അത്രയും ഡിമാൻഡറാണ്. ദുപ്പട്ട വന്നിട്ട് ഇതുണ്ട്, സെയിം പ്ലാറ്റിനം ക്രഷിൽ തന്നെ ഫുൾ വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ഇതേപോലെ നോക്കി 2 ബോർഡറിലും വർക്കുണ്ട്. എന്നിട്ട് ഇടയ്ക്കൂടെയും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. അത് ലൈറ്റ് ആയിട്ടുള്ള ബോർഡർ, അത്യാവശ്യം തിക്കായിട്ടുള്ള ബോർഡർ തന്നെയാണ്. വിത്ത് സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ബോട്ടം വന്നിട്ട് സാൻറ്റൂൺ ഫാബ്രിക്. ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. ഇത് വീഡിയോയിൽ ചൂടെ ഡാർക്ക് ആയിട്ടായിരുന്നു, അത്രയും ഡാർക്ക്നെസ് ഇല്ല, ചൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന, ഇത് റയർ ആയിട്ട് കാണുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. അതായത് ഒരു ഡസ്റ്റി ബ്ലൂവും ആഷും കൂടെ ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. ബ്ലൂ ഹൈലൈറ്റഡ് ആണ്, അതിൻ്റെ ഒരു ആഷ് ബ്ലണ്ട് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ഷെയ്ഡ് ഇങ്ങനെ വരും. ഇതിൻ്റെ ഓവറോൾ ലുക്ക് 2 ബോർഡേഴ്സും തിക്ക് എംബ്രോയ്ഡറി വർക്ക്. പിന്നെ ഇടയ്ക്കൂടെ വന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയറിനകത്തുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് പിന്നെ കൊടുത്തേക്കുന്നത്. ഫുൾ വർക്ക് വന്നിരിക്കുന്ന ടോപ്പും ദുപ്പട്ടയാണ്. ബോട്ടം സാൻറ്റൂൺ ഫാബ്രിക്കാണ്. എല്ലാത്തിലും ഇനി ജസ്റ്റ് കളർ നോക്കിയാൽ മതി, വർക്ക് സെയിം ആണ്. അത്രയും ഹെവി വർക്കാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് പോലെ, അല്ലെങ്കിൽ 2 ഒരു മാംഗോ ഡിസൈൻ പോലെയൊക്കെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ടോപ്പിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്തൊരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഫുൾ വർക്ക് വന്നിരിക്കുന്ന ടോപ്പ് റേറ്റ് 1480. ഫ്രീ ഷിപ്പിംഗ്. തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ടോണിലാണ് വരുന്നത്. ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ടോൺ വിത്ത് സെയിം വർക്കാണ്. പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കുള്ള ടോപ്പ് ദുപ്പട്ട റേറ്റ് സെയിം 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ചൊക്കോ പിങ്ക് ടോണിലാണ് ഇത് വരുന്നത്. ഒരു വെറൈറ്റി ഷെയ്ഡ്. ഇതിലെ 4 കളർ ഷെയ്ഡ്സും പൊളിയാണ്. വർക്ക് സെയിം തന്നെ പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ ഹെവി വർക്ക് വന്നിരിക്കുന്ന ടോപ്പ് ദുപ്പട്ടയാണ്. സോ അപ്പോൾ ഈ ഒരു റീസ്റ്റോക്ഡ് കളക്ഷൻ ഇതിൽ ഭയങ്കര ഹ്യൂജ് എൻക്വയറീസ് ആണ്. ഇതൊക്കെ എല്ലാം കൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള പീസസിലാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് കമ്മിങ് ഡേയ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബോട്ടം എല്ലാത്തിലും ഈ ഒരു സെയിം സാൻറ്റൂൺ ഫാബ്രിക് ആണ്. ഫുൾ ടോൺ ടു ടോൺ ചാർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. ഈ ബേസ് കളർ തന്നെ എംബ്രോയ്ഡറിയിൽ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്